ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഖദ്ദാമ. ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയുന്നത്, ഖദ്ദാമ. ഖാദിമത്ത്, വൃത്യ. ആയിഷ ബീവിക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു പെണ്ണുണ്ടാണ്, വൃത്യ, ഒരു വേലക്കാരൻ. അവൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്നതിന് ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റൻഷൻ മാത്രം ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നടത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനിങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു.